അള്ളാഹുവിന്റെ ദാസന്മാരോട് അള്ളാഹു എങ്ങനെയാണ് കരുണ കാണിക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമുക്ക് അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് തന്റെ അള്ളാഹുവിന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹു സ്നേഹിക്കുന്നതെന്ന്. അവൻ ഒരു മുഴം എന്നോടടുത്താൽ ഞാൻ 2 മുഴം അവനോടടുക്കും. ഖുദ്സിയായ ഹദീസ് പറയുന്നു. അവൻ ഒരു മുഴം അടുത്താൽ ഞാൻ 1 മാറടുക്കും അവനോട്. അവൻ ഓടിയെടുത്താൽ അവൻ നടന്നെടുത്താൽ ഞാൻ ഓടിയെടുക്കും. അങ്ങനെ അവസാനമായി ഞാൻ അവനോട് എൻ്റെ സ്നേഹം മുഴുവനും അവനിൽ വെച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ സ്നേഹിക്കുന്നത് അവൻ നടക്കുന്ന പാദം ഞാനായിത്തീരും, അവൻ പിടിക്കുന്ന കൈ ഞാനായിത്തീരും, അവൻ നോക്കുന്ന കണ്ണ് ഞാനായിത്തീരും. ഇതെല്ലാം അള്ളാഹു പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം. അത്രത്തോളവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാർക്ക് അവന്റെ സ്നേഹം ചൊരിഞ്ഞു കൊടുക്കുമെന്നാണ്. അതിനൊരു ഉദാഹരണമാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. ഞാൻ ഒരിക്കൽ നിങ്ങളോട് മറ്റൊരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ പുത്രനായ ഇബ്രാഹിം എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ, വലിയൊരു രാജ്യത്തിന്റെ രാജാവായിരുന്നു. ചെറുപ്പക്കാരനായി ഒരു കുട്ടി മാത്രം ജനിച്ചു. ഭാര്യയുണ്ട്, പുതുമാരിയായ ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, തൊട്ടിയിൽ കിടക്കുന്ന ഒരു മകനുണ്ട്. അത്രയും സന്ദർഭമാണ് ആ രാജാവിനുള്ളത്. യുവ രാജാവ്, യുവകോമളനായ ഒരു മഹാരാജാവ്. ആ രാജ്യത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന രാജാവ്. പക്ഷേ ആ രാജ്യം ഉപേക്ഷിച്ചു പോകുന്നു. എനിക്കിനി ഈ രാജ്യം വേണ്ട. പല ദൃഷ്ടാന്തങ്ങളും വന്നിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിലേക്ക് ഞാൻ കടക്കുകയല്ല. അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലം അങ്ങനെ പലതിലേക്കും പാഞ്ഞു. അങ്ങനെയാണ് അവസാനം കണ്ടുപിടിക്കുന്നത്, ഈ രാജ്യത്തിന്റെ എല്ലാം മേലധികാരിയായിരിക്കുന്ന അള്ളാഹുവിന്റെ പരീക്ഷണത്തിലാണ് ലോകം മുഴുവനും നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഈ ഭരണം ആവശ്യമില്ല. അതുകൊണ്ട് നാട്ടുരാജാക്കന്മാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ ചരിത്രമുണ്ട്. അദ്ദേഹം ഒരു പുതപ്പ് മാത്രം ശരീരത്തിൽ അണിയുവാനെടുത്തു. അദ്ദേഹം വിട്ടുപോകുകയാണ്. രാജകൊട്ടാരവും വലിയ സിംഹാസനവും എല്ലാം വിട്ടുകഴിഞ്ഞിട്ട് എനിക്കിനി ഈ രാജ്യം വേണ്ട, കൊട്ടാരം വേണ്ട, വീട് വേണ്ട. അങ്ങനെ പോയി പൽമരകളിലും കാടുകളിലും വനങ്ങളിലുമെല്ലാം അദ്ദേഹം ചുറ്റി